ഹലോ ഗായ്സ്, ആഗിപ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഐലൻഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഐലൻഡ് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഐലൻഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻഹാബിറ്റ് ചെയ്തിരിക്കുന്ന, അതായത് വീടുകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ധാരാളം തെങ്ങിൻ തോപ്പുകളും അതുപോലെ മാംഗ്രൂവ്സ് ഒക്കെയുള്ള അടിപൊളിയായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസ് ഒക്കെയുള്ള ഒരു സ്ഥലമാണ് രണ്ടാമത്തെ ഏരിയ. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു സെക്കൻഡ് പോർഷൻ ആണ്. ഓൾറെഡി നമ്മൾ ഇവിടെയുള്ള സ്ഥാപനങ്ങളും വീടുകളും നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസസും വളരെ മനോഹരമായിട്ടുള്ള ബീച്ചസ് ഒക്കെയാണ് കാണാനുള്ളത്. അപ്പൊ എന്തായാലും അധികം സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ യാത്രയിൽ നമ്മളോടൊപ്പം ദിവ്യയും സുമിയും ശങ്കറും ശരവ് സാറും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്ലോറേഷൻ നമ്മൾ നടത്തുന്നത്. ആദ്യം പോകുന്നത് ഗഡ്ഡ ബീച്ചിലേക്കാണ്. ഗഡ്ഡ ബീച്ച് എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലൂടെ നടന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കൊച്ചു കേരളം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ മുണ്ടു എന്ന് പറയുന്ന ഐലൻഡിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും കുറച്ച് റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നശിച്ചു പോയിരിക്കുകയാണ്. അതുപോലെ ആ ഒരു ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അത്ര വലിയ വൃത്തിയൊന്നും കാണാനില്ല. കാരണം അവിടെയുള്ള നിർമ്മിതികൾ പലതും പൊട്ടി തകർന്ന് കിടക്കുകയാണ്. കുറേ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഒരു മഴ പെയ്ത് തോർന്നപ്പോഴേക്കും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെ നിന്നുള്ള ആ കാഴ്ചകളെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. അങ്ങനെ ഗഡ്ഡ ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് ആ തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ തല പോയ തെങ്ങുകൾ കൂടി കാണാൻ വേണ്ടി സാധിച്ചു. ഈ കാണുന്ന തെങ്ങിൻ തോപ്പൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് വർഷത്തിലേക്ക് ലീസിനെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ പൊരുവെയിലത്ത് നടന്ന് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ധാരാളം സേവ് ദ ഡേറ്റ് ഫോട്ടോ ഷൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് കടലിൽ നിന്ന് കയറി വന്നിട്ടുള്ള വെള്ളമാണ്. അതിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അതിൻ്റെ നടുവിലായിട്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാനുള്ളത്. ഈ കാണുന്നത് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി നൽകിയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പാലമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നതും വളരെ രസകരമായിട്ടുള്ളതാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തീർത്ത ശേഷം വീണ്ടും ആ തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലൂടെയുള്ള യാത്ര തുടർന്നു. അപ്പോൾ ഈ തെങ്ങിൻ തോപ്പ് കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് കേരളം ഓർമ്മ വരും. നിങ്ങൾക്കും അങ്ങനെ വരുന്നില്ലേ? അപ്പോൾ നല്ല തെങ്ങിൻ തോപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തെങ്ങിൻ തോപ്പിൻ്റെ നടുവിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടി തോന്നി.
നാട്ടുവഴിയിലെ കാറ്റുമൂളണ പാട്ടു കേട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെ പാട്ട് മൂളാൻ തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധയൊന്നും ഇതിനുണ്ടാവാറില്ല. അതുപോലെ നല്ല കാറ്റൊക്കെ അടിച്ചു പോകുന്ന സമയങ്ങളിൽ ഈ തെങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ വീണ് കിടക്കുന്നതൊക്കെ കാണാം. പിന്നെ അതേപോലെ ചെറിയ ചെറിയ കൃഷി ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൃഷി പരിപാടികൾ, അതായത് ഈ പറയുന്ന പോലെ പപ്പായ അതുപോലുള്ള കൃഷികളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. വലിയ കൃഷി ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരു കാട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ. എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വാവ്, അടിപൊളി ഒരു ബീച്ച്, ഗംഭീരം മക്കളെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് സാധനം? പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓളി, ലുക്ക് അറ്റ് ദിസ്. കാട് പിടിച്ച പോലെയാണ് ഉള്ളത്, പക്ഷേ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത്, look at these guys. അതിന്റെ നടുവിൽ നോക്കിയാ, അവിടെ നോക്കിയാ, സർഫിങ്ങിന്റെ അല്ല അവിടെ, അതെന്താ? Look at this, കടലിന്റെ നടുവിൽ. ഇപ്പോൾ ഉള്ളത് ആ ബീച്ചിനടുത്ത് തന്നെയുള്ള മറ്റൊരു ബീച്ചിലാണ്. നമുക്ക് യാത്രകൾ എത്രത്തോളം ഇഷ്ടമാണോ അതേപോലെ തന്നെ ഭക്ഷണത്തിനോടും വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സ്നാക്സൊക്കെ വാങ്ങിയിട്ടായിരുന്നു യാത്ര പോയത്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എല്ലാവരും ചേർന്നിരുന്ന് ആ സ്നാക്സൊക്കെ കഴിച്ചങ്ങനെ തീർത്തു. ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും സർഫിങ്ങിനൊക്കെ വേണ്ടി വരുന്ന, സ്വിമ്മിങ്ങിന് വേണ്ടി വരുന്ന ഒരു ബീച്ചാണ്. ആ ബീച്ചിൻ്റെ ഷോറിലൂടെയാണ് ഇനി നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. The shores of this beautiful island, this beautiful beach.
നമ്മളിങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ ബീച്ചിൻ്റെ ആ ഒരു ഷോറിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദിസ് വ്യൂ ഗായ്സ്. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ലൈറ്റ് അപ്പോൾ ഗായ്സ്, ഇന്നത്തെ കാഴ്ചകൾ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് ആൻഡി ലീവി സൈനിങ് ഓഫ്.